വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നമ്പർ 6 തൊട്ട് റെയിൻബോ റൈസിൽ ചേർന്ന് തുടങ്ങി. ആ ചേർന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഇച്ചിരി പടങ്ങളൊക്കെ വരച്ചു. ക്യാൻവാസ് പാഡാണെങ്കിൽ നല്ല സ്മൂത്ത് അല്ലേ, ഇതൊക്കെ കണ്ടോ, നല്ല ക്ലോത്ത് ടൈപ്പൊക്കെ വരണമാണ്. നമ്മുടെ ക്ലോത്ത് അത്രയൊന്നുമില്ല, പക്ഷെ ക്യാൻവാസ് പാഡാണെങ്കിൽ നല്ല സ്മൂത്ത്. ഞാൻ രാവിലെയും രാത്രി ഇതിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കില്ല എൻ്റെ പണി. ഇപ്പം ഫസ്റ്റത്തെ ഞാൻ കുറച്ച് പടങ്ങൾ വരച്ചത് 3 പടങ്ങളാണ് വരച്ചത്. അതാണ് എനിക്ക് നല്ല സങ്കടമായത്. അപ്പം ആ ഫസ്റ്റത്തെ കളർ മിക്സിങ് ഞാൻ കാട്ടിത്തരാം. കളർ മിക്സിങ് കൂട്ടാതെ 2 പടങ്ങളുള്ളൂ. ഇതാണ് ഫസ്റ്റത്തെ കളർ മിക്സ്. കണ്ടോ, റെഡും യെല്ലോയും ഓറഞ്ച്, യെല്ലോയും റെഡ്, യെല്ലോയും ബ്ലൂവും ബ്ലൂവും റെഡും പർപ്പിള്, ബ്ലൂവും വൈറ്റും ലൈറ്റ് ബ്ലൂ, റെഡും വൈറ്റും പിങ്ക്. നമ്മളിപ്പോൾ ആവശ്യത്തിനൊരു കളറൊക്കെ പറയുകയാണെങ്കിൽ ആ കളർ നമ്മൾ പറയുന്നത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, DI ഇങ്ങനെയാണല്ലേ ദിൽനായിഷാൽ റെയിൻബോ റൈസ് എന്ന് കാണാം. അപ്പം രണ്ടാമത്തെ കാണിക്കട്ടെ. കണ്ടോ, ഇതാണ് രണ്ടാമത്തത്. ഈ ട്രെയിനിൻ്റെ മുൻവശം നോക്കാം നിങ്ങൾ, അത്രയും രസമില്ല. പിന്നെ മൂന്നാമത്തത്, അത് ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ വെച്ചത്. കഴിഞ്ഞ തേഴ്സ്ഡേ എന്ന് വെച്ചാൽ ഈ സൺഡേയുടെ ഒക്കെ തേഴ്സ്ഡേ, സൺഡേ അല്ല സാറ്റർഡേ അല്ലേ, ആ സാറ്റർഡേയുടെ ഒക്കെ തേഴ്സ്ഡേ. കണ്ടോ, ഇത് കണ്ടോ, ഇതല്ല വരച്ച് കഴിഞ്ഞ് കണ്ടോ വരച്ചത്. എനിക്ക് നല്ലോണം ഇതിൻ്റെ ഇപ്പോൾ വരച്ച് കഴിഞ്ഞ ദിവസത്തെ വരച്ച പാർട്ടിൻ്റെ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നറിയോ, ഈ സ്കൈസാണ്. കണ്ടോ, ഈ കുറേ യെല്ലോയും ഓറഞ്ചും പിങ്കും കാക്കയും പൂട്ടയും ചീട്ടയും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും റെയിൻബോ റൈസ് പഠിച്ചിരുന്നോ, അത് പഠിക്കണ്ടോ? ലൈക്ക് ഞാൻ ഈ വർഷമാണ് പഠിച്ചു തുടങ്ങിയ. എനിക്ക് മിസ്സിൻ്റെ സ്വഭാവമൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു. പിന്നെ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഈ റെയിൻബോ റൈസ് പഠിക്കാത്ത മുൻപ് എനിക്ക് ഇച്ചിരി ഇങ്ങനെ ഒന്നും ഉണ്ടായാലോ, വെറുതെ ഇങ്ങനെ ഇരിക്കും, കാലൊന്നും അനങ്ങൂല. ഇപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ രാത്രി വരെ ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ റെയിൻബോ റൈസിൽ വന്നു തുടങ്ങിയപ്പോൾ ഇച്ചിരി ആക്റ്റീവൊക്കെ ആയി തുടങ്ങി. പിന്നെ പക്ഷെ ഒരു കുഴപ്പമുണ്ട്, റെയിൻബോ റൈസിലായി പിന്നെ എന്താ പറയപ്പോൾ ഇപ്പം ഞാൻ സ്കൂളിൽ പോയി വന്ന് ഇപ്പം മേലൊക്കെ കഴുകി വന്ന് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കും. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇരുന്നിരിക്കും. പിന്നെ ആ നേരം മുഴുവൻ കളറടി. ഇപ്പോൾ കളറിൻ്റെ ചിന്തയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ എന്നും എൻ്റെ അമ്മേനോട് പറയാം. ഇപ്പം അമ്മേനെ വെച്ചാൽ ഉമ്മേനെ വെച്ചാൽ അപ്പോൾ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ അമ്മേനെ വിളിക്കുമ്പോൾ എന്നും ഞാൻ ഇപ്പോൾ വരച്ച ചിത്രം എന്നും ഇങ്ങനെ ചൂണ്ടിക്കാട്ടും. ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. അവരെ കാട്ടണം, ഇവരെ കാട്ടണം, മറ്റവരെ കാട്ടണം, ഈ ലോകത്തുള്ള എല്ലാവരും കാട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നിങ്ങളെയും കാട്ടി എനിക്കൊരു സമാധാനമില്ല. എന്താ അതെടുക്കുക. ഇപ്പോൾ ഞാൻ യൂട്യൂബർ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാട്ടുവരും. ഇപ്പം ഇത്രയും പോരെ, കാരണം 4:48 51 മിനിറ്റായി. സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. ബൈ.